ഹരിയാനയിൽ ബി.ജെ.പി പരാജയപ്പെട്ടിരിക്കുന്നു. അല്ല, അങ്ങനെ തന്നെ ആധികാരികമായി പറയേണ്ടി വരും അവരുടെ നിലവിലെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങിയതിന് പിന്നാലെ ഹരിയാന ബി.ജെ.പിയിൽ പാളയത്തിൽ പട തെളിഞ്ഞിരിക്കുകയാണ്. ഒക്ടോബർ 5-ന് നടക്കുന്ന ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് 67 സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക കഴിഞ്ഞ ദിവസമായിരുന്നു ബി.ജെ.പി പുറത്തിറക്കിയത്. തൊട്ടു പിന്നാലെ നയബ് സൈനി മന്ത്രിസഭയിലെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ച് രംഗത്ത് വരികയും ചെയ്തു. സംസ്ഥാന ഊർജ വകുപ്പ് മന്ത്രി രഞ്ജിത്ത് സിംഗ്, സഹമന്ത്രി ബിഷംബർ സിംഗ് ബാൽമീകി, രതിയ എം.എൽ.എ ലക്ഷ്മൺ നാപ്പ, മുൻ മുഖ്യമന്ത്രിമാരായ കരൺ ദേവ് കാംബോജ്, കവിത ജെയിൻ, എം.പി സാവിത്രി ജിൻഡാൽ എന്നിവരാണ് പാർട്ടിയിൽ കലാപക്കൊടി ഉയർത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ബി.ജെ.പിയിൽ നിന്നും രാജി പ്രഖ്യാപിച്ച നാഭ ഡൽഹിയിൽ സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവ് ഭൂപീന്ദർ സിംഗ് ഹൂഡയുടെ സാന്നിധ്യത്തിൽ കോൺഗ്രസിൽ ചേർന്നു. കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഉദയ് ഭാൻ, കോൺഗ്രസ് പാർട്ടിയുടെ മറ്റ് മുതിർന്ന നേതാക്കൾ എന്നിവരും സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തു. രതിയ മണ്ഡലത്തിൽ തന്നെ തഴഞ്ഞ് മുൻ സിർസ എം.പി സുനിത ദുഗ്ഗലിന റാത്തിയെ മത്സരിപ്പിക്കാനുള്ള ബി.ജെ.പിയുടെ തീരുമാനമാണ് ലക്ഷ്മൺ നാപ്പയെ പ്രകോപിതനാക്കിയത്. പാർട്ടി നടത്തിയ എല്ലാ സർവേയിലും എന്നെക്കുറിച്ച് നല്ല അഭിപ്രായമുണ്ടായിരുന്നു. എന്നെ പിന്തുണയ്ക്കുന്നുവെന്ന് 80-90 സർപഞ്ചുമാർ പാർട്ടിയെ രേഖാമൂലം തന്നെ അറിയിച്ചു. എന്നിട്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ബി.ജെ.പി ടിക്കറ്റ് തന്നിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് അങ്ങേയറ്റം ഞെട്ടിക്കുന്നതും നിരാശാജനകവുമാണ്. കോൺഗ്രസിൽ ചേർന്നതിന് പിന്നാലെ ലക്ഷ്മൺ നാപ്പ പറഞ്ഞു, ഞാൻ മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയുമായും സംസ്ഥാന പ്രസിഡന്റ് മോഹൻലാൽ ബദോലിയുമായും സംസാരിച്ചു. എന്നിലോ എൻ്റെ ജോലിയിലോ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് അവരോട് ചോദിച്ചു. അവർക്ക് ഒന്നിനും മറുപടിയില്ലായിരുന്നു. എന്നെപ്പോലൊരു പ്രവർത്തകനെ പാർട്ടി പരിഗണിക്കാതിരിക്കുമ്പോൾ അവിടെ തുടരുന്നതിൽ ഒരു അർത്ഥവുമില്ല. അതുകൊണ്ട് ഞാൻ രാജിക്കത്ത് സമർപ്പിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് തനിക്ക് ടിക്കറ്റ് തന്നാലും ഇല്ലെങ്കിലും കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകനെന്ന നിലയിൽ എൻ്റെ സമുദായത്തിലെയും നിയോജക മണ്ഡലത്തിലെയും ജനങ്ങൾക്ക് വേണ്ടി താൻ തുടർന്നും പ്രവർത്തിക്കുമെന്നും ലക്ഷ്മൺ നാഭ വ്യക്തമാക്കി. അതിനിടെ ഹരിയാന ഊർജ്ജമന്ത്രി രഞ്ജിത്ത് സിംഗും രാജിവെച്ച് റാനിയയിൽ നിന്നും സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഞാൻ ദബുവാലിയിൽ നിന്നും മത്സരിക്കണമെന്നാണ് പാർട്ടി പറഞ്ഞത്. ഞാൻ അതിന് തയ്യാറല്ല. ഞാൻ റാനിയയിൽ നിന്നും മാത്രമേ മത്സരിക്കൂ, അദ്ദേഹം പറഞ്ഞു. ഞാൻ റാനിയയിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. നാമനിർദ്ദേശ പട്ടിക സമർപ്പിക്കേണ്ട തീയതി തീരുമാനിക്കാൻ സെപ്റ്റംബർ 8-ന് എൻ്റെ അനുയായികളുടെ മറ്റൊരു യോഗം ചേരും. തന്റെ അനുയായികളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം നാഭ സിംഗ് പറഞ്ഞു. ബി.ജെ.പി തനിക്ക് പാർട്ടി ടിക്കറ്റ് നൽകിയാലും ഇല്ലെങ്കിലും റാനിയ സീറ്റിൽ മത്സരിക്കുമെന്ന് സിംഗ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം ബി.ജെ.പി മന്ത്രി കോൺഗ്രസിൽ ചേരാനും സാധ്യതയുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി.ജെ.പിയിൽ ചേർന്ന് ഹിസാറിൽ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ട സിംഗ് റാനിയയിൽ നിന്ന് പാർട്ടി ടിക്കറ്റ് തേടുകയായിരുന്നു. ബി.ജെ.പി ബുധനാഴ്ച പുറത്തിറക്കിയ പട്ടികയിൽ റാനിയിൽ ശിഷ്പാൽ കംബോജിന്റെ പേരാണുള്ളത്. INLD മേധാവിയും മുൻ മുഖ്യമന്ത്രിയുമായ ഓം പ്രകാശ് ചൌട്ടാലയുടെ സഹോദരനാണ് രഞ്ജിത്ത് സിംഗ്. 2019-ൽ റാനിയയിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ച സിംഗ് ബി.ജെ.പിയെ പിന്തുണയ്ക്കുകയും ബി.ജെ.പി സർക്കാരിൽ അംഗമാവുകയും ആയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹിസാറിൽ കോൺഗ്രസ് നേതാവ് ജയ് പ്രകാശിനോട് പരാജയപ്പെടുകയും ചെയ്തു. നിലവിൽ ബി.ജെ.പി ഹരിയാനയിൽ സമാനതകളില്ലാത്ത തിരിച്ചടി നേരിടുകയാണെന്ന് ചുരുക്കം.